നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിലെ ഫ്ലൈറ്റ് മിസ്സായെന്നും പറഞ്ഞുകൊണ്ട് ഉദയഭാനു വീട്ടിലേക്ക് കയറി വരുവാണ്. ആ സമയം ശ്രീകല അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. അയ്യോ ഉദയേട്ടാ, ഇതെന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു. എന്ത് പറ്റാൻ എന്റെ ശ്രീകലെ, ഒന്നും പറയണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു പ്രായമായ സ്ത്രീയെ വണ്ടി തട്ടാനായിട്ട് തുടങ്ങി. എന്നിട്ട് എന്താവാനായിട്ടാ? പിന്നെ ഒരു പ്രായമായ സ്ത്രീയല്ലേ, അപ്പൊ പിന്നെ പെട്ടെന്ന് എനിക്ക് അവിടെ നിന്ന് അങ്ങോട്ട് പോകാനും പറ്റിയില്ല. അല്ല, വണ്ടി തട്ടുവോ മറ്റോ ചെയ്തോ അവരെ? തട്ടിയില്ല. അതിനു മുമ്പ് തന്നെ ഡ്രൈവർ വണ്ടി ഒതുക്കിന്ന് പറഞ്ഞു. ഓ, രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ അവർക്കിടെ തട്ട് കിട്ടിയേനെന്ന് പറഞ്ഞു. പിന്നെ പ്രായമായ സ്ത്രീ അല്ലേന്ന് ഓർത്ത് ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അവരവരുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നു. എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പോഴേക്കും സുകന്യ അങ്ങോട്ട് വന്നത് കേൾക്കുവാണ്. ഉദയഭാനുവാണ് സുകന്യനെ കണ്ടില്ലെന്നുള്ള മറ്റുള്ള സംസാരമാണ് സംസാരിക്കണേ. പിന്നീട് പറഞ്ഞു, അവര് പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് ആകെപ്പാടെ വിഷമായി. അവർക്കാണ് സ്വന്തമായിട്ട് വീട് സ്ഥലമൊന്നുമില്ല. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. ഒരു 10 സെന്റ് സ്ഥലം അവർക്ക് കൊടുത്ത് അതിനകത്തൊരു നല്ല വീടും വെച്ച് കൊടുക്കാനുള്ള ഏർപ്പാടുകളൊക്കെ എൻ്റെ PA വിളിച്ച് ഞാൻ നടത്തിയെന്ന് പറഞ്ഞു. ഓ, അങ്ങനെയാണോ? അതേന്നെ. പിന്നെ അമ്മയോട് സംസാരിച്ചിരുന്ന എയർപോർട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഫ്ലൈറ്റ് മിസ്സായി. പിന്നെ എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ഫ്ലൈറ്റ് മിസ്സായെങ്കിൽ എന്താ, പാവം പിടിച്ചൊരു അമ്മയെ സഹായിക്കാൻ പറ്റില്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുകന്യ വന്നിട്ട് നല്ല കാര്യമാണ് ഉദയഭാനു സാറേന്ന് പറഞ്ഞു. സുകന്യമോളോ, ഇതെപ്പോ വന്നു? എന്താ ശ്രീകല എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലോ എന്ന് പറഞ്ഞു. അതിനിപ്പം ഉദയേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നല്ലേ ഉള്ളൂ, അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാ പറയണേന്ന് വെച്ചു. സുകന്യ പറഞ്ഞു, സാറിന്റെ ഫ്ലൈറ്റ് മിസ്സായത് എന്താണെങ്കിലും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നേ. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, അതുകൊണ്ടാണല്ലോ എനിക്ക് സാറിനെ കാണാൻ പറ്റിയത്. അല്ലായിരുന്നെങ്കിൽ എനിക്ക് സാറിനെ കാണാൻ പറ്റില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അയ്യോ മോളെന്താ ഇങ്ങനെ നിൽക്കുന്നേ? ഇവിടെ ഇരിക്കുക. അല്ല ശ്രീകലെ, നമ്മുടെ 3-4 സെർവൻസ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവരെന്തിയെന്ന് ചോദിച്ചു. സുഗനി ചോദിച്ചു, 4 സെർവൻസോ? അല്ല, സ്ത്രീകളാൻറ്റി പറഞ്ഞ 3 സെർവൻസിന്റെ കാര്യമാണല്ലോ. അത് കേട്ടപ്പം ശ്രീകല ഉദയഭാനിനെ ഇങ്ങനെ നോക്കിയൊന്ന് പല്ലിറുമാണ്. അപ്പോഴേക്കും ഉദയഭാനി പറഞ്ഞു, അയ്യോ ആ കാര്യം ഞാൻ മറന്നുപോയി. എൻ്റെ മോളെ 4 പേരുണ്ടായിരുന്നു. ഒരാളെ ഞാൻ ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോയായിരുന്നു. ആ കാര്യം ഞാൻ അങ്ങോട്ട് പറയാൻ വിട്ടുപോയി. എന്ത് ചെയ്യാനാന്ന് പറ. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. ഇപ്പൊ അവിടെ ചെന്ന് അയാൾ സുഖമായിട്ട് ജോലികളൊക്കെ ചെയ്യുന്ന ജീവിക്കുന്നുണ്ട്. പോരാത്തന്നെ അവിടുത്തെ എൻ്റെ കമ്പനിയിലും അല്ലേ. എന്നാലും സാറിനെ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ. സാർ ഇന്ന് ആഫ്രിക്കയിലാണെങ്കിൽ നാളെ മലേഷ്യയില് ജപ്പാനിലും ഒക്കെ അല്ലേ. അതെ. ഓ, നിലത്ത് നിൽക്കാതെയുള്ള ഓട്ടമാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുകന്യ ഒന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നാൽ സാറേ ഇത് ശരിയല്ല എന്ന് പറഞ്ഞു. എന്താ സുകന്യ, എന്താ കാര്യം? അല്ല, സാറിന്റെ മോളുണ്ടല്ലോ ശ്രീദേവി, പറയാതിരിക്കാൻ പറ്റില്ല. ഇത്ര വലിയ കോടീശന്റെ ഒരാളുടെ മോളാണ് ശ്രീദേവി. എന്നിട്ട് അവിടെ ആ പട്ടിക്കൂട് പോലെയുള്ള വീട്ടിൽ കഴിയുന്ന ഞാനെങ്ങാനും ആയിരിക്കണം. ആനന്ദിനെ വിളിച്ചോണ്ട് ആ വീട്ടിൽ നിന്ന് എന്നേ സ്ഥലം വിട്ടാനും. അല്ല, നിങ്ങക്ക് നിങ്ങളുടെ മോളോടൊന്ന് പറഞ്ഞു കൊടുത്തുകൂടെ ആ വീട്ടിൽ നിന്ന് എങ്ങനെയൊന്ന് രക്ഷപ്പെട്ടു പോവാനായിട്ട്? ശ്രീദേവിക്ക് അവിടെ കൂട്ടാരെന്നറിയോ? മീനാക്ഷിയും മിത്രയൊക്കെ പറ്റിയ കൂട്ടുകൾ തന്നെ കിട്ടിയിരിക്കുന്നേ. അത്ര നല്ല കൂട്ടൊന്നും അല്ല. അത് കേട്ടതും ആ സ്ത്രീകൾ ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, എന്ത് ചെയ്യാനാ എൻ്റെ മോളെ? ഉദയേട്ടൻ ലളിത ജീവിതം നയിക്കുന്ന ആളല്ലേ. അപ്പൊ അതുകൊണ്ട് ദേവി മോളും ആ രീതിയിലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഉദയഭാനു ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, കാര്യം ശരി ശ്രീയല്ലേ. ഞാൻ ലളിത ജീവിതം നയിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മോൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന എനിക്ക് ഒരു താല്പര്യമില്ല. കാരണം എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ നോക്കി നടത്തണ്ടല്ലേ. അല്ലാതെ എന്തു പറയാനാ, ഇനിയിപ്പോ പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുകന്യ പറഞ്ഞു, അല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി നടത്താനായിട്ട് ആനന്ദിനെ ഏൽപ്പിച്ചുകൂടെ? എൻ്റെ മോളെ, ആനന്ദിനോട് ഞാൻ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ, പക്ഷെ ആനന്ദിന് ഇതിനൊന്നും ഒരു താല്പര്യമില്ല. ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി നടത്താനായിട്ട് ആണോ? അല്ല, എനിക്കാണെങ്കിൽ ഇതിന് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. സുകന്യ പറഞ്ഞു, മോൾക്ക് താല്പര്യം ഉണ്ടെന്നോ? സ്ത്രീകളെ ഒന്ന് ഉദയഭാനു നോക്കണം. അപ്പോഴേക്കും സുകന്യ പറഞ്ഞു, അതെ അതെ സാറേ, എനിക്ക് നല്ല താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. അതെ, ധർമ്മേട്ടന്റെ കാര്യം അറിയാലോ. ഗോമതി സ്റ്റോഴ്സിൽ എടുത്തു കൊടുക്കാൻ നിൽക്കുവോ സാധനങ്ങളൊക്കെ. അതും കൊണ്ട് എന്താവാനാ? തുച്ഛമായ പണം കിട്ടുള്ളൂ. അതും കൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ എൻ്റെ ആഗ്രഹം അങ്ങനെയല്ല. ബിസിനസ്സിലൊക്കെ നല്ല ഉയരണം എന്നൊരാഗ്രഹം. സാറിന്റെ അതേ മനസ്ഥിതി തന്നെ എനിക്കുള്ളത്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നേ. അല്ല, എന്താ നമ്മുടെ കാര്യം എന്താന്ന് വെച്ചാൽ പറ. അത് പിന്നെ ഉണ്ടല്ലോ, നിങ്ങളുടെ ബിസിനസ്സിൽ എന്നെയും കൂടെ ഒന്ന് പാർട്ട്ണർ ആക്കാമെന്ന് ചോദിച്ചു. മോളെയോ? പെട്ടെന്ന് ഉദയഭാനു ഒരു നിമിഷം ഇങ്ങനെ ചിന്തിക്കുന്ന പോലെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ആ സമയം ശ്രീകല സുകന്യയോട് പറഞ്ഞു, ചോദിക്കാൻ പറയണം. വീണ്ടും സുകന്യ ചോദിച്ചു, അല്ല സാറേ, സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, അറിയാലോ ആനന്ദിനോട് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞ, പക്ഷെ ആനന്ദിനും താല്പര്യമില്ല. അപ്പോഴേക്കും ശ്രീകല പറഞ്ഞു, മോളെ പിന്നെ അതിനകത്തൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. എന്താ?
ഈ കാര്യങ്ങളെങ്ങാനും ആ മീനാക്ഷിയും മിത്രയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കൂലേ? കാരണം ആനന്ദിനെ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കാതെ, കാരണം അതുപോലെ തന്നെയല്ല ആരിനും ആകാശിനും ബിസിനസ്സിൽ അവരെയും കൂടെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാതെ ഇപ്പം സുകന്യയ്ക്കും ധർമ്മനും ബിസിനസ്സിന്റെ കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങളെ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു. ഓ അങ്ങനെയാണല്ലേ, ഒരു കാര്യം ചെയ്യാം, ഞാനിവിടെ വന്ന് കണ്ടത് സംസാരിച്ച കാര്യങ്ങളൊന്നും ഞാൻ ശ്രീദേവിയോട് പറയത്തില്ല. ശ്രീദേവി അറിഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ അവരോട് പറയത്തുള്ളൂ. തൽക്കാലത്ത് ഞാൻ ആരോടും പറയത്തില്ല എന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും സെറ്റ് ആയതിനു ശേഷം മാത്രമേ ഞാൻ അറിയിക്കുന്നുള്ളൂ. എങ്ങനെയുണ്ട്? ആ അങ്ങനെയാണ്, കുഴപ്പമില്ലെന്ന് ഉദയഭാനു പറഞ്ഞു. അതൊരു നല്ല കാര്യമായിട്ടാ എനിക്കും തോന്നേ. പിന്നീട് ഉദയഭാനു പറഞ്ഞു, ആ എന്താണെങ്കിലും ഇവിടം വരെ വന്നതല്ലേ, ഞാനൊന്ന് ആലോചിക്കട്ടെ, നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് പറയാന്ന് പറഞ്ഞു. ശരി അത് മതി സാറേ, നല്ല ഉപകാരം ഉണ്ടെന്നൊക്കെ പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോവാനായിട്ട് ഇറങ്ങുവാണ് സുകന്യ. ആ സമയത്ത് ശ്രീകല പിന്നാലെ എന്നിട്ട് പറഞ്ഞു, മോളെന്തായാലും വീട്ടിലേക്ക് പോയില്ലേ, എനിക്കൊരു ഉപകാരം കൂടെ ചെയ്തേക്കെന്ന് ചോദിച്ചു. എന്താ ആൻറ്റി? അത് പിന്നെ ഉണ്ടല്ലോ, ശ്രീദേവി മോളെ കാണാൻ വരാൻ പറ്റിയില്ല, സമയം കിട്ടാത്തോണ്ടാ. അവൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. ഞാൻ ലിസ്റ്റും പണവും തന്നുവിടാം, മോൾ അന്ന് വാങ്ങിച്ചു കൊടുത്തേക്കാവെന്ന് ചോദിച്ചു. ആന്റി ലിസ്റ്റ് തന്നു, പക്ഷെ പണം തരണ്ടാന്ന് പറഞ്ഞു. അതെന്താ? ആന്റിയുടെ കയ്യിൽ ഞാൻ പണം വാങ്ങിക്കാനോ? ശ്രീദേവി എന്റെ അനുജത്തിയല്ലേ, അപ്പൊ പിന്നെ ഞാൻ പണം വാങ്ങുമോ? ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് കൊടുത്തോളാം, അതൊന്നും ഓർത്ത് ആന്റി ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. അതായിരുന്നല്ലോ ശ്രീകലയ്ക്ക് ആവശ്യം. അപ്പോഴേക്കും ശ്രീകല പറഞ്ഞു, അല്ല ഉദയേട്ടൻ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ സുകന്യയോട്, അന്ന് ഒരു കാര്യം ചെയ്യാം, ആ നമ്പർ ഇങ്ങോട്ട് താട്ടെ, ആ നമ്പറിലേക്ക് ഞാൻ മെസ്സേജ് അയക്കാന്ന് പറഞ്ഞു. അത് മതി ആന്റി എന്ന് പറഞ്ഞു. അങ്ങനെ സുകന്യ നമ്പരൊക്കെ കൊടുത്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. സുകന്യ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകല ഉദയവാന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഉദയേട്ടാ നമ്മുടെ ചൂണ്ടയെ കൊരുത്ത ഇരയാ അവളെ വെച്ച് നമുക്കൊരു കളി കളിക്കണം, അവളെയും കൊണ്ട് നമുക്ക് കുറച്ചു കാലം ജീവിക്കാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഉദയവാൻ പറഞ്ഞു, എനിക്കും തോന്നുന്നുണ്ട് ഒരു നല്ല കാര്യം ഇതെന്ന്, ഇത് വെച്ച് നമുക്കൊരു കളി കളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീദേവി ആനന്ദും കൂടെ സിറ്റ് ഔട്ടിൽ വന്ന് നിൽക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു ടെൻഷനാണ് അവർക്ക്. ശ്രീദേവി പറഞ്ഞു, ആനന്ദേട്ടാ ഞാൻ സുകന്യേച്ചി വരും പറയട്ടെ, കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയട്ടെ, ഞാനാണ് ചതി ചെയ്തേ കുടുംബത്തോടെന്നുള്ള കാര്യങ്ങളൊക്കെ. അത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു, വേണ്ട അത് ശരിയാത്തില്ലെന്ന് പറഞ്ഞു. ആനന്ദേട്ടാ അല്ലെങ്കിൽ സുകന്യേച്ചി സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടല്ലേ വരുന്നേ, അപ്പൊ പിന്നെ എന്ത് ചെയ്യാനാ, സാരമില്ല, ഇപ്പൊ തൽക്കാലത്തേക്ക് നീ അതിനെക്കുറിച്ചൊന്നും പറയണ്ടെന്നും പറഞ്ഞിട്ട് ശ്രീദേവി ആശ്വസിപ്പിക്കുകയാണ് ആനന്ദ്. അപ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ വന്നിരുന്നു. ഓട്ടോറിക്ഷന്ന് സുകന്യ ഇറങ്ങുവാണ്. സുകന്യ കണ്ടു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു വിറയലായിരുന്നു. അങ്ങനെ സുകന്യ അവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആനന്ദ് ശ്രീദേവിയും പരസ്പരം നോക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല രണ്ടുപേർക്കും. വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു രണ്ടുപേരുടെ മനസ്സിൽ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ ചോദിക്കണ്ടേ, ഇനിയിപ്പം സത്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടാണോ വരുന്നതെന്ന് അറിയത്തില്ലല്ലോ. ഇതേ സമയം സുകന്യ പറഞ്ഞു, അതെ ഞാനൊരു യാത്ര പോയതായിരുന്നു, ആ യാത്ര പോയതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായെന്ന് പറഞ്ഞു. ദൈവമേ പെട്ടു, എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞു എന്നൊരു ചിന്തയായിരുന്നു ദേവിയുടെ ആനന്ദിന്റെ മനസ്സിൽ. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിനാ പോയെന്ന് പറഞ്ഞു. ദൈവം ഇനി എന്താ ചെയ്യണ്ടേ? അപ്പോഴേക്കും ആനന്ദ് പെട്ടെന്ന് പറഞ്ഞു, അതെ സുകന്യേച്ചി ഈ കുടുംബത്തിലെ സന്തോഷവും സമാധാനം സുകന്യേച്ചിയായിട്ട് ഇല്ലാതാക്കരുതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു, അതെ ദൈവത്തെ ഓർത്ത് സുകന്യേച്ചി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം സുകന്യ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു. പിന്നീട് സുകന്യ പറഞ്ഞു, അപ്പൊ ധർമ്മേട്ടൻ നിങ്ങളോടെല്ലാം പറഞ്ഞല്ലേന്ന് ചോദിച്ചു. മാമൻ എന്ത് പറയാനായിട്ടാ എന്നൊരു ചിന്തയായിരുന്നു രണ്ടുപേരുടെ മനസ്സിൽ. അല്ല കല്യാണത്തിന് ഞാൻ ധർമ്മേട്ടനെ കൊണ്ടുപോയില്ലെന്നുള്ള കാര്യം ധർമ്മേട്ടൻ പരാതി പറഞ്ഞാണ് നിങ്ങളോട്, അതല്ലേ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ പറയണെന്ന് ചോദിച്ചു. ഓ അങ്ങനെ, അപ്പൊ അതാണ് കാര്യങ്ങള് അല്ലേ, അതല്ലേ സത്യം എന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ ഞങ്ങള് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ അതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, അല്ല ശ്രീദേവിയുടെ വീടിന്റെ അടുത്ത കല്യാണത്തിന് പോയെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓ ശ്രീദേവിയുടെ വീടിന്റെ അടുത്തായിരുന്നു കല്യാണത്തിന് പോയത്, പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് ശ്രീദേവിയുടെ വീട്ടിൽ പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ശ്രീദേവി വെച്ചു, പോകാൻ പറ്റിയില്ലേ? അതേന്നെ വീട്ടിൽ പോകാൻ പറ്റിയില്ല, തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ല. ഉറപ്പാണല്ലോ അല്ലേ? അതേന്നെ. എന്താ ദേവി? ഒന്നുമില്ല, ഞാൻ ചോദിച്ചെന്നുള്ളൂ. അപ്പോഴാണ് രണ്ടുപേർക്കും ശരിക്കും ശ്വാസം വേണേ. അപ്പോഴേക്ക് സുകന്യ പറഞ്ഞു, ദേ ഞാൻ ദേവിക്ക് കുറെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, ഇത് പിടിക്ക്, ദേവി എന്റെ അനുജത്തി അല്ലേ എന്ന് പറഞ്ഞു. അതുപോലെ ദേവിയുടെ കയ്യിലേക്ക് കൊടുത്തു. ദേവിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ദൈവമേ ഇവരെന്ത് ഭാവിച്ചാന്നറിയില്ല. പെട്ടെന്ന് തന്നെ സുകന്യ പറഞ്ഞു, ഉദയഭാനു സാർ വിളിക്കും പറയാനോട്ടോ, ഞാൻ ദേവിക്ക് കുറെ സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് തന്നെന്ന്. അതൊക്കെ പറഞ്ഞിട്ട് സുകന്യ ഭയങ്കര സന്തോഷത്തോടെ അകത്തേക്ക് പോവാണ്. ആ പോക്ക് കണ്ട് ഇനിയിപ്പം ആനന്ദിനും ശ്രീദേവിക്കും എന്താ ഏതാ ഇങ്ങനെയൊന്നും മനസ്സിലായില്ല. ആ വീട്ടിൽ പോയിട്ടില്ലെന്നുള്ള കാര്യം ഉറപ്പായി. പക്ഷേ എങ്കില് അങ്ങനെയാണെങ്കിൽ വിളിച്ച് ചോദിക്കാം, ഒരു പക്ഷെ അവിടെ ചെന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാലോ എന്നൊരു ചിന്തയോടുകൂടി രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി വരുവാണ്. പിന്നീട് ദേവി
ശ്രീകലയുടെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. എന്താ മോളെ, എന്താ വിളിച്ചെന്ന് ചോദിച്ചു. അല്ലമ്മേ, അമ്മ എന്തെടുക്കുക? എന്തെടുക്കാനാ, ഞാൻ ഓരോ ജോലികളിലൊക്കെ. അച്ഛൻ എന്തിയെ? ഇവിടെ എവിടെയാണ്ടോ ഉണ്ടെന്ന് പറഞ്ഞു. അല്ലമ്മേ, അമ്മയ്ക്ക് സുഖമാണല്ലോ അല്ലേ? അതേടി, എനിക്ക് സുഖമൊക്കെയാന്ന് പറഞ്ഞു. അല്ലമ്മേ, ഇന്ന് നമ്മുടെ ആരെങ്കിലും വന്നായിരുന്നോ എന്ന് ചോദിച്ചു. ആര്? അല്ല, ആരെങ്കിലും വന്നായിരുന്നോ? അത് പിന്നെ വന്നായിരുന്നു. ദൈവമേ, വന്നോ? അപ്പൊ സുകന്യേച്ചി അവിടെ പോയോ എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. അതെ, ഇവിടെ അടുത്ത അമ്പലത്തിലെ പുനഃപ്രതിഷ്ഠയാണ്. അപ്പൊ നോട്ടീസുമായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേറെ ആരും വന്നില്ല അമ്മേ. വേറെ ആര് വരാനായിട്ട്? സുകന്യേച്ചി എങ്ങാനും വന്നോന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗോമതി ദേഷ്യപ്പെടുവാണ്. അല്ല, ഗോമതി അല്ല, ശ്രീകല ദേഷ്യപ്പെടുവാണ്. നിനക്ക് എന്താ ദേവി, എന്തൊക്കെ അറിയണം? പറഞ്ഞ നിന്റെ തലയിലേക്ക് കയറത്തില്ലേ? വേറെ ആരും വന്നില്ല എന്ന് പറഞ്ഞില്ലേ? അല്ല, സുകന്യേച്ചി വന്നോന്ന്. സുകന്യേച്ചി വന്നിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. നിനക്ക് എന്തൊക്കെ അറിയണ്ടേന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അതും പറഞ്ഞ് കോളം കൂടെ കട്ട് ചെയ്തു. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, നിന്റെ അമ്മയുടെ അടുത്ത് ഇവിടുന്ന് സുകന്യേച്ചി പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. പോയിട്ടുണ്ടെന്ന്? അതെ. അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഉരുണ്ട് കളിച്ചോണ്ടോ? അത് മാത്രമല്ല, സുകന്യേച്ചിയുടെ നിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം നിന്റെ ചേച്ചിയും കിടന്ന് ഉരുണ്ട് കളിച്ചു. അതിനകത്ത് എന്തോ ഒരു കള്ളത്തരം ഇല്ലേന്ന് ചോദിച്ചു. അതെ, അങ്ങനെയാണ്, എന്തോ കള്ളത്തരമുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ലല്ലോ ആനന്ദേട്ടാന്ന് പറഞ്ഞു. ഒന്നും മനസ്സിലായതുമില്ല. ഇതേ സമയത്ത് സുകന്യ മുറിയിലേക്ക് വന്ന ഡ്രസ്സൊക്കെ മാറിയിരിക്കുമ്പോൾ ധർമ്മൻ അങ്ങോട്ടേക്ക് വന്നേ. ധർമ്മം വന്നിട്ടുണ്ട് സുകന്യെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഒന്ന് ചോദിച്ചിട്ട് വേണ്ടേ പോവാനായിട്ട്. അതിന് പിന്നെ ധർമ്മേട്ടനെ ഞാൻ കണ്ടില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ചോദിക്കാതെ പോവുകയാണ് ചെയ്യുന്നേ. അല്ല ധർമ്മേട്ട, ഞാൻ പോണെന്ന് കരുതിയതൊന്നും അല്ല. പക്ഷെ രാവിലെ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ മസ്റ്റ് ആടി ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ലായിരുന്നു പറഞ്ഞു. എങ്കിലും എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നല്ലോ, വിളിക്കുമായിരുന്നു ഞാനും കൂടെ വരത്തില്ലായിരുന്നു എന്ന് ചോദിച്ചു. അതോ ഇനിയിപ്പൊ എന്നെ കൂടെ കൊണ്ടാ നാണക്കേടായിട്ടാണോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സൂനി അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു, എന്താ ധർമ്മേട്ടെ പറയണേ? അങ്ങനെ നാണക്കേട് എനിക്കുണ്ടെന്ന് ധർമ്മേട്ടന് തോന്നുന്നുണ്ടോ? അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കൊണ്ടാ നാണക്കേടുണ്ടായിരുന്നെങ്കിൽ ധർമ്മേട്ടൻ എൻ്റെ കഴുത്തിൽ താലി ആർത്താണ്ട് ഞാൻ സമ്മതിക്കുമായിരുന്നോ എന്നൊരു ഒറ്റ ചോദ്യമായിരുന്നു. ധർമ്മൻ ആകെപ്പാടെ കൺഫ്യൂഷനായി, എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട്ട് നിർത്തുന്നു. നന്ദി.